ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോയ. നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ്. നമ്മുടെ വെണ്ടയിൽ 2-3-4 വെണ്ട ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അത് പറിക്കാൻ പോവാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. അതുപോലെ തന്നെ മുളകും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാം നല്ല ഉഷാറായിട്ട് വളർന്നുണ്ട്. അപ്പോൾ അതെ, നമുക്കൊരു കോവക്ക വേണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോവക്ക ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ഇലയൊക്കെ പോയി പുതിയതൊക്കെ കിളിർത്ത് വന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു. നമുക്ക് വെണ്ടയിലേക്ക് വെണ്ട പറിക്കാം. വെണ്ട നമുക്ക് ഇവിടെ ഒരാളുണ്ട്, അതുപോലെ ഇവിടെ ഒരാളുണ്ട്. ഇനി ചെറിയ ചെറിയ മുട്ടുകളും കാര്യങ്ങളൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലുതായിട്ട് വരുന്നുള്ളൂ. ഇവിടെ ഒരെണ്ണമുള്ളത് അതും ചെറുതാണ്, അത് വളരണുള്ളൂ. പിന്നെ ഉള്ളത് ഇവിടെയാ. അത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഈ വെണ്ടയൊക്കെ പറിക്കുന്ന ടൈമിൽ ഒടിച്ചെടുക്കാതെ ഇതുപോലെ എന്തെങ്കിലും കത്രികയോ കത്തിയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒടിച്ചെടുക്കരുത്. ഒടിച്ചെടുക്കുന്നത് അതിൻ്റെ അടുത്തുള്ള തണ്ടുകൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടൊക്കെ സംഭവിക്കുന്ന സാധനം. അപ്പം ഇതുപോലെ എന്തെങ്കിലും പ്രൂണിങ് സിസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. വെണ്ട മാത്രമല്ല കേട്ടോ, അതേ ഇവിടെ കുക്കുമ്പർ ഉണ്ടായിട്ടുണ്ട്. അടിപൊളി ഒരു കുക്കുമ്പർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു കുക്കുമ്പർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലുതായി വരണം. അതുപോലെ തന്നെ ഇവിടെ കുറേ മുട്ടിട്ട് അത് ചെറുതൊക്കെ വലുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. ഇത് വേറൊരു കുക്കുമ്പറാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കുക്കുമ്പർ അല്ല. ഇതൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുക്കുമ്പർ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സൈസ്. ഇതിപ്പോൾ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല. ഇത് വലുതായിട്ട് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഹൈബ്രിഡ് ആണ് ഞാൻ ഈ നട്ടേക്കുന്നതല്ല. അതുപോലെ നമ്മുടെ പയർ ഫുള്ളായിട്ട് മേളിൽ കയറി സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇവിടെ ഒരു പയർ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുപോലെ കുറേ സ്ഥലത്ത് മുട്ടിട്ട് നിൽക്കേണ്ടത്. ഇതൊക്കെ മുട്ടിട്ടേക്കുന്നതാണ് കണ്ടോ. ഇതുപോലെ മുട്ടിട്ട് പൂവായിട്ട് നിൽക്കണമെന്നൊക്കെ കുറേ ഉണ്ട് ഇവിടെ. ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇതൊക്കെ പൂവിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ ഇനി പയറ് കാര്യങ്ങളൊക്കെ ഉണ്ടായി വരും.